മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 4 ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് കേട്ടോ, പുതിയതൊന്നുമല്ല. അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ 3 കാര്യങ്ങളുണ്ട്. 1 ഭൂതകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. ഇത് 3ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഇത് 3ഉമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന നമ്മൾ എവിടെ നിന്ന് എന്തെല്ലാം കേൾക്കുന്നോ, കാണുന്നുവോ, ചർച്ച ചെയ്യുന്നുവോ, ചിന്തിക്കുന്നുവോ അതിൽ നല്ലതെടുത്ത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കണം. അതിന് നമ്മളെ ഗൈഡ് ചെയ്യുന്ന, നമുക്ക് മാർഗനിർദ്ദേശം തരുന്ന 4 വാക്കുകളാണ് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ. നല്ലത് എവിടെ നിന്ന് കിട്ടിയാലും സ്വീകരിക്കാം, നല്ലത് എവിടെ നിന്ന് കിട്ടിയാലും സ്വീകരിക്കാം. അതുപോലെ നമ്മളുടെ എന്ത് തിന്മകളുണ്ടെങ്കിലും ഡിലീറ്റ് ചെയ്യാം. ഈ തിന്മകളെ പോലും നമുക്ക് നന്മകളാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നന്മകളാക്കാം. അപ്പോൾ മോഡിഫൈ ചെയ്യാം. അപ്പോൾ അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ. എവിടെയൊക്കെ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ കറക്റ്റ് ചെയ്യാം. അത് വാക്കിലൂടെ കറക്റ്റ് ചെയ്യുക, പ്രവൃത്തിയിലൂടെ കറക്റ്റ് ചെയ്യുക. ആ ഒരു വീക്ഷണം നമുക്ക് ഉണ്ടാവണം. ചെറിയൊരു സന്ദേശമാണിത്. അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ. നമ്മുടെ വീക്ഷണത്തിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മൾ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, നമ്മുടെ മിഷനിൽ, നമ്മുടെ വീക്ഷണത്തിൽ എവിടെയൊക്കെ നമുക്ക് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്താൻ സാധിക്കുമോ അത് വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രയാണത്തിൻ്റെ പ്രാർത്ഥനയാണ് അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുള്ള പ്രയാണം. ഇതാണ് നമ്മുടെ ജീവിതം. തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുള്ള പ്രയാണമാണ് നമ്മുടെ ജീവിതം. അതിന് നമുക്ക് രാമായണത്തിൽ നല്ലതുണ്ടെങ്കിൽ അതെടുക്കാം, ബൈബിളിൽ നല്ലതുണ്ടെങ്കിൽ എടുക്കാം, ഖുറാനിൽ നല്ലതുണ്ടെങ്കിൽ എടുക്കാം. ഈ ഖുറാനിൽ നല്ലതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഖുറാൻ ആചരിച്ച് ജീവിച്ചാൽ പോരെ എന്നൊരാൾ ചോദിച്ചു. ബൈബിളിൽ നല്ലതുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ബാക്കിയുള്ളത്? ഈ നമ്മുടെ നാട്ടിൽ ഇത്രയും അധികം നന്മയുള്ളപ്പോൾ ഈ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത സാധനം എടുക്കേണ്ട കാര്യമുണ്ടോ? ഇനി അതിൽ നല്ലതുണ്ടെങ്കിൽ എടുക്കാനും, അത് മാത്രമേ മനുഷ്യന് നന്നാവുള്ളൂ. യേശുക്രിസ്തു ഏക രക്ഷകൻ. ബൈബിൾ അല്ലാതെ മറ്റ് ഗ്രന്ഥം വായിക്കാൻ പാടില്ല. ഖുറാനിൽ എല്ലാം ഉണ്ട്. അതിലെ ശാസ്ത്രം കണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. തനി മണ്ടത്തരം. ഒരു കുരുവി വന്ന് മുഹമ്മദ് നബിയോട് സംസാരിച്ചു. മുഹമ്മദ് നബിയെ പല്ലി ഒറ്റിക്കൊടുത്തു. മുഹമ്മദ് നബി 11 കെട്ടിയത് ഈ സ്ത്രീകളെ സംരക്ഷിക്കാനായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നതിനോട് എതിർപ്പുള്ളൂ. അത് തന്നെ പരശുരാമൻ കോടാലി എറിഞ്ഞിട്ടാ കേരളം ഉണ്ടാക്കിയത്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? കോടാലി എറിഞ്ഞാൽ ഈ 700 കിലോമീറ്റർ പോവോ? അത് ഞാൻ 5-6 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 10-20 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ കയറി പിടിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഈ പരശുരാമൻ കോടാലി എറിഞ്ഞത് മഹാബലിന്ന്, ശ്രീകൃഷ്ണന് കാര്യത്തെക്കുറിച്ചോ രാമനെക്കുറിച്ചോ ഏത് കഥ വേണമെങ്കിലും പ്രചരിപ്പിച്ചോട്ടെ, ബൈബിളിലും ഏത് കഥ വേണമെങ്കിലും പ്രചരിപ്പിച്ചോട്ടെ. 7 ദിവസം കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, ആദവും അവയും ഭാര്യയിൽ നിന്നുണ്ടാക്കി, ജ്ഞാനക്കനി തിന്നരുതെന്ന് പറഞ്ഞു. അത് പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾ മതം മാറണമെന്ന് പറഞ്ഞ് മനുഷ്യനെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും മതം മാറ്റുന്ന പരിപാടി ഈ ബൈബിൾ ഉപയോഗിച്ച് നടത്തുന്നതിനോടെ എതിർപ്പുള്ളൂ. ബൈബിളിൽ എന്തുണ്ടെങ്കിലും നമുക്കെന്താ? ഹിന്ദു ധർമ്മഗ്രന്ഥങ്ങളിൽ എന്തുണ്ടെങ്കിലും നമുക്കെന്താ? ഖുറാനിൽ എന്തുണ്ടെങ്കിലും നമുക്കെന്താ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്നതാ. പക്ഷെ അത് മാത്രമാണ് സത്യം. അത് മാത്രമേ നിങ്ങൾ അനുസരിക്കാവൂ. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏക രക്ഷാമാർഗം. അല്ലാണ്ട് മറ്റൊരു മാർഗവും പോകരുത് എന്നും പറഞ്ഞ് പറ്റിച്ച് ചതിച്ച് വഞ്ചിക്കുന്നതിനോടെ എതിർപ്പുള്ളൂ. അത് യുക്തിവാദികളും അതേ രോഗികളായിരിക്കുകയാണ് ഇപ്പോൾ. നമ്മൾ പറയുന്നത് മാത്രം ശരി, നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങൾ അങ്ങനെ പറയുന്നത് മണ്ടത്തരാണ്, ഞാൻ പറയുന്നതാണ് പരമമായിട്ടുള്ള വേദവാക്യം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്ന ഒരു ഹിന്ദുവും ഉണ്ടായിട്ടില്ല. ഹിന്ദു ഗ്രന്ഥങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല ഇതല്ലാണ്ട് വേറെ വഴിയില്ല എന്ന്. അപ്പോ ഏത് ഹിന്ദു ഗ്രന്ഥത്തിലോ ക്രിസ്ത്യൻ ഗ്രന്ഥത്തിലോ ഇസ്ലാം ഗ്രന്ഥത്തിലോ ഇതിലുണ്ടെങ്കിലും നല്ലതുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിലും പ്രയോഗിക്കുന്നതിലും തെറ്റുകളുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാൻ ശ്രമിക്കുക. കറക്റ്റ് ഷാർപ്പായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഒഴിവാക്കുക.
അപ്പൊ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ഈ 4 വാക്കുകൾ നമുക്ക് പ്രയോജനം വരിക. അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻ. അത് ദേശവും കാലവും നോക്കിയിട്ട് വേണം നല്ലതെടുത്ത് ഇതാക്കാനായിട്ട്. അറബിയിലുള്ള അറേബ്യയിലുള്ള ആ മരുഭൂമിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി കൊടുത്ത സന്ദേശം അതെല്ലാം ഒന്നും ഇത്രയും സുഭിക്ഷമായ കേരളത്തിലേക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. അറബികളുടെ ഭാഷയിൽ സ്വർഗം എന്ന് പറയുന്ന ധാരാളം സ്ത്രീകളുള്ള സ്ഥലമാണ്, ധാരാളം വെള്ളം നീരുറവയൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ കേരളത്തില് വെള്ളവും നീരുറവയും ഇല്ലാത്ത സ്ഥലങ്ങളില്ല. എൻ്റെ വീട്ടിൽ കൂടെ ഇപ്പോഴും നീരുറവയുണ്ട്. അപ്പൊ അതൊക്കെയാണ് സ്വർഗം എന്ന് പറയണമെങ്കിൽ പറയുക. പക്ഷെ അത് മാത്രമാണ് സ്വർഗം, നീ അതിലേക്ക് വരണം എന്ന് പറയുമ്പോഴാണ് പ്രോബ്ലം ഉള്ളത്. അപ്പൊ നമ്മൾ നല്ലതുണ്ടെങ്കിൽ എടുക്കുക, ചീത്തയുണ്ടെങ്കിൽ ചീത്തയെ നല്ലതാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തിരുത്തുക, മോഡിഫൈ ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ഈ 4 വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.